ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുക. അതെ അതെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് നമുക്കിന്ന് എനിക്കിപ്പോൾ ഏതായാലും ഇന്ന് മുതൽ ഓണം അവധി ലഭിച്ചിരിക്കുകയോ, വെക്കേഷൻ അല്ലേ, ഓണം വെക്കേഷൻ. അതെ, ഇപ്പോൾ 10 ദിവസം കാണും. അപ്പോൾ ഈ 10 ദിവസം എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കണം അല്ലേ? ഓ യെസ്. അപ്പോൾ ഈ അടിച്ചു പൊളിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ 10 ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സെൽഫ് ഇംപ്രൂവ്മെന്റ് ഓക്കെ ഓക്കെ. മാത്രമല്ല, ഓണം അടിച്ചു പൊളിക്കുന്നില്ലേ? ഓണം അടിച്ചു പൊളിക്കുന്നതോടൊപ്പം തന്നെ കുടുംബമായിട്ടും ഒക്കെ ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വേണ്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കണം. ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് പ്ലാൻ ഉണ്ടല്ലേ? ലേഹിക്കോ? അതെ, കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. ഈ 10 days എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നും വളരെ എങ്ങനെ എൻജോയ് ചെയ്യണമെന്നും. കാരണം 2 മാസം മൊത്തം പഠിച്ചിനി തളർന്നു. ഇനി കുറച്ച് രസമൊക്കെ വേണ്ടേ? അപ്പോൾ 2 മാസം ജൂൺ ജൂലൈ അപ്പൊ അത്രയും കഷ്ടപ്പെട്ടതിന്റെ ഒരു ചെറിയ റിലീഫ് 10ൽ. അതുകൊണ്ട് സമാധാനമില്ല, അതുകൊണ്ട് മൊത്തം പഠിക്കണം. പറയല്ലേ, നമ്മൾ അറിവ് നേടിക്കൊണ്ട്. അതെ അതെ, അത് വളരെ ശരിയാണ്. അപ്പം അങ്ങനെയാണ് ഓണം അവധി നമുക്ക് നല്ല അടിച്ച് പൊളിക്കണം. ഓക്കെ, അതൊക്കെ നല്ലതാണ്. എന്നാൽ ഈ ഓണത്തിന് കുട്ടികളായ നിങ്ങൾ ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പരീക്ഷയ്ക്ക് പഠിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ചില സബ്ജക്റ്റൊക്കെ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല അല്ലേ? ചിലതൊക്കെയാണ് പഠിച്ചിട്ടും അങ്ങോട്ട് തീരുന്നുമില്ല, അങ്ങ് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നു. അത് നമുക്ക് 10ാം ക്ലാസ് വരെ ഇപ്പോൾ എത്തിയ നേഹിക്ക് ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അറിയാം ഏത് സബ്ജക്റ്റ് എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട്, ഏത് സബ്ജക്റ്റ് എനിക്ക് ഈസി അല്ലേ? അപ്പോൾ നിയമമൊക്കെ അതെല്ലാം അറിയാം. അപ്പം യൂഷ്വലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഏത് സബ്ജക്റ്റാണോ ഡിഫിക്കൽട്ടായിട്ടുള്ളത് ആ സബ്ജക്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആ സബ്ജക്റ്റിന് കൂടുതൽ ടൈം എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം, യൂട്ടിലൈസ് ചെയ്യണം, അല്ലെ കൂടുതൽ ടൈം അതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ യൂഷ്വലി. അപ്പം ഈ ഓണ അവധി സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്സ് ആണ് പാടെങ്കിൽ മാത്സ്, സയൻസിലെ ഏതെങ്കിലും വിഷയമാണ് സയൻസ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാ ദിവസത്തിലും 10 ദിവസത്തിൽ എല്ലാ ദിവസവും കുറച്ച് സമയം അല്ലേ, 1 മണിക്കൂർ ആ സബ്ജക്റ്റിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. അപ്പം ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് ട്യൂഷന് പോകാതെ വേറെ കാര്യം. എനിവേ, എങ്ങനെ ആയാലും ട്യൂഷൻ ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഏതാണോ ഡിഫിക്കൽട്ടി ആയിട്ട് നമുക്ക് തോന്നിയ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിന് വേണ്ടി ഉറപ്പായിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ചിരിക്കും. അത് കാരണം നമുക്കതൊരു ഇമ്പ്രൂവ് സ്കില്ലാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ആ സബ്ജക്റ്റുമായിട്ട് കൂടെ അടുക്കുകയും ഇപ്പോൾ മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അപ്പോൾ അതിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇതായിരുന്നല്ലോ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായ ഡിഫിക്കൽട്ടി ഇതായിരുന്നല്ലോ, നമുക്കതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വായനാശീലം. ശരിയാണോ? നമുക്ക് വായനാശീലമൊക്കെ ഉണ്ടായിരുന്നു. ഈ 2 മാസം അവധി സമയത്തൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ വായിക്കുമായിരുന്നു അല്ലേ? സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ വായനാശീലമല്ല, നമ്മൾ അങ്ങ് മാറ്റി വെച്ച്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വായനാശീലം നമ്മളിന്ന് പോയോ ഇല്ലയോ ഈ ദിവസങ്ങളിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. അപ്പം ഉറപ്പായിട്ടും വായനാശീലം ഒരു മനുഷ്യൻ്റെ എന്താണ്, വായിക്കുക എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു സമ്പത്താണ് അല്ലേ? അവൻ്റെ ജീവിതത്തിൽ ഇരുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവാണ്. ഓക്കെ, അതെ, അല്ലെങ്കിൽ അവൻ്റെ അറിവ്, ആ വിസ്ഡം ഒക്കെയാണ്. അപ്പം ഈ അറിവും വിസ്ഡം ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വായനകളിലൂടെ. നമുക്ക് വേണമെങ്കിൽ ഫോണിൽ നോക്കി അറിവുകൾ നേടാം, റീൽസുകൾ കണ്ടും അത് കണ്ടും അറിവുകൾ നേടാം. പക്ഷെ വായന കൊണ്ട് നേടുന്ന അറിവ് അത് വേറെ സുസ്ഥിരമായിരിക്കും. മാത്രമല്ല അത് നിരന്തരം സുസ്ഥിരമായിരിക്കും. അത് മറ്റൊരാൾക്കും പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സമ്പത്താണ്. അത് വലിയൊരു സമ്പത്താണ് അല്ലേ? അതുകൊണ്ട് വായനയ്ക്ക് നല്ല പ്രാധാന്യം. അപ്പം എന്തൊക്കെയാ വായിക്കുന്ന ഈ സമയത്ത് വായിക്കാൻ പറ്റുന്ന, കുട്ടികളായ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? കഥകൾ വായിക്കാം. ഓക്കെ, വരും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ നോളജബിൾ ആയിട്ടുള്ള ബുക്സ് വായിക്കാം, മോട്ടിവേഷണൽ ബുക്ക് വായിക്കാം, ചരിത്ര പുസ്തകങ്ങൾ. അതെ അതെ ഞാൻ ഉദ്ദേശിച്ചത്. ചരിത്രം പഠിക്കുന്ന എന്തിനു വേണ്ടിയാ? ചരിത്രം നമുക്കൊരു മുതൽക്കൂട്ടാണ്. അതായത് അത് നമുക്ക് കുറേ അറിവുകൾ തരും. കാര്യം വെച്ചാൽ പണ്ട് കാലത്ത് ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ അതെങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് ഒത്തിരി അറിവുകൾ തരുക. അപ്പം നമ്മൾ അങ്ങനെയാണ്, ഇങ്ങനെ പോയാലേ ശരിയാവുകയുള്ളൂ. അപ്പം നമുക്ക് ഒത്തിരി ചരിത്രത്തിൽ നിന്ന് ഒത്തിരി അറിവുകൾ ലഭിക്കുക. അപ്പം ചരിത്ര പുസ്തകങ്ങൾ വായിക്കുക, ചരിത്ര പുരുഷന്മാരെ കുറിച്ച് വായിക്കുക, അവരവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെയാണ് അവർ ചരിത്രത്തിൽ ഇടം നേടിയെടുത്തത്. അപ്പം നമ്മുടെ എല്ലാ ഒരു ലക്ഷ്യത്തിൽപ്പെടുന്ന ഒന്നാണ്
ലോകമറിയുന്ന ചരിത്ര പുരുഷനാലെ സ്ത്രീയായി മാറുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഇവർ എന്തൊക്കെയാണ് ചെയ്തത്, അപ്പോൾ അവർ ഓരോ വ്യക്തികളെ നമുക്ക് അടുത്തറിയാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ വായിക്കുമ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ശാസ്ത്ര പുസ്തകങ്ങളാകാം, ഓരോരുത്തരുടെ ജീവചരിത്രങ്ങളാകാം, പൊതുവിജ്ഞാന പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതല്ലേ? പരീക്ഷയിൽ അതാണ് ഞാൻ രണ്ടാമത് നമുക്ക് ഓരോ ക്വിസ് പ്രോഗ്രാമുകളിലും മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അറിവ് നമുക്ക് അവിടെ ഷോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അറിവ് ഷോ ചെയ്യുക മാത്രമല്ല നമുക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, അപ്പോൾ ഈ വായനയും പഠനവും മാത്രം മതിയോ? നമുക്ക് എൻജോയ് ചെയ്യണം അല്ലേ? കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണം. എന്റർടൈൻമെന്റ്, ഇടയ്ക്ക് യാത്രകളൊക്കെ പോകണം. ഓക്കെ, ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരുമായിട്ട് പോയി അടിച്ചു പൊളിക്കുക, അതെല്ലാം വേണം. കാരണം ഇതെന്താണ്, അത് നമ്മൾക്ക് എന്ത് ചെയ്യും, മാനസിക ഉല്ലാസവും തരും. കൂടാതെ തന്നെ നമ്മൾ ഈ പഠിക്കുന്നതും സ്കൂളിൽ പഠിക്കുന്നത്, ഇപ്പോൾ സ്കൂളിലെ വിഷയം തന്നെയാണ് നമ്മൾ ഒരു വർഷം പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും അടുത്ത വർഷം പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അറിവുകൾ ഇങ്ങനെ നേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ പുതിയ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് നേടാൻ പറ്റുമോ? എന്താണ് പുതിയ അറിവുകൾ? ഇപ്പം തന്നെ നമുക്കറിയാം AI യുഗമാണ്, AI യുഗം അല്ല അതിൻ്റെ അപ്പുറത്തേക്കായി അല്ലേ? അപ്പോൾ ടെക്നോളജിയെ കൂടുതൽ അടുത്തറിയാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ, അതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അങ്ങനെ ആ AI ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയാണ് പുതിയ 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 അറിവുകളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതായത് കമ്പ്യൂട്ടർ പഠിക്കുക, കോഡിങ് പഠിക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കൂടുതൽ അറിയുക, ഗ്രാഫിക്കൽ ഡിസൈൻസിനെ കുറിച്ച് അറിയുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാമായിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല നമ്മൾ. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ആശയവിനിമയം കൃത്യമായിട്ട് നടക്കാൻ പറ്റണം. അത് ചിലപ്പോൾ നമ്മളുടെ മലയാളത്തിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫോറിൻ ലാംഗ്വേജിൽ കൂടെ ആയിരിക്കും. അപ്പം എനിവേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മളൊരു കാര്യം കൃത്യമായി എത്ര അറിയാമെങ്കിലും അതെങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുന്നു, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പം മറ്റുള്ളവരുമായിട്ട് എങ്ങനെ നല്ല രീതിയാണ് നല്ല രീതി എങ്ങനെ ഇടപെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ പുതിയ പുതിയ വായനാശീലം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ പുതിയ അറിവുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഏൺ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതിലൊന്നാണ് കമ്പ്യൂട്ടർ പഠിക്കുക, കോഡിങ് പഠിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ നേടുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഗ്രാഫിക്കൽ ഡിസൈൻ. ഇനി ഭാഷാ പരിജ്ഞാനം. ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് ഈ കൊറിയൻ സംഗീതമൊക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കാനും അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാനും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ഞങ്ങളുടെ ഒന്നും കാലഘട്ടത്തിൽ നമുക്ക് ആകെപ്പാട് അറിയാവുന്ന ലാംഗ്വേജ് മലയാളം, പിന്നെ ഹിന്ദി അറിയത്തൊന്നുമില്ല, എന്നാലും സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ ഹിന്ദി അറിയാം. പിന്നെ അതിനുശേഷം വരുന്നതാണ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് അന്ന് ചെറിയ പ്രായത്തിലൊക്കെ ഇതിൻ്റെ ഒന്നും ബേസ് ഇല്ലാത്തതുകൊണ്ട് പേടി സ്വപ്നമായിരുന്നു. കാരണം നമ്മൾ പഠിപ്പിക്കുന്നവരും എന്ത് ചെയ്യുന്നില്ല, അവർ ഇംഗ്ലീഷിലല്ല ഇതൊന്നും നമ്മളോട് പറയുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. അവർ മലയാളത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നില്ല സ്കൂളുകളിൽ. മനസ്സിലായി? എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് നേടിയെടുക്കാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. എന്ന് എനിക്ക് തോന്നുന്നു ജർമ്മനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കുന്നത്. എല്ലാവർക്കും അങ്ങ് ജർമ്മനിയിൽ പോയാൽ മതി. ജർമ്മന്, ഫ്രഞ്ച്, അങ്ങനെ പല ലാംഗ്വേജുകൾ. അപ്പം അത് നല്ല കാര്യമാണ്, നമുക്ക് മൾട്ടി ലിംഗ്വിസ്റ്റിക്കായി മാറുക. അതായത് പല ലാംഗ്വേജസ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. അപ്പം അങ്ങനെയുള്ള പുതിയ ടാലൻറ്റുകൾ വാർത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തത് ഈ കഴിവുകൾ വികസിപ്പിക്കുക എന്ന് പറയുന്നതിനകത്തിൽ വരുന്നതാണ് കഴിവുകൾ കാണും അല്ലേ? ആ കഴിവുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പാട്ട് പാടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരു ദിവസത്തിൽ എന്ത് മാറ്റി വയ്ക്കുന്നു? ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അത്. അപ്പോൾ എന്ത് കഴിവാണോ ആ കഴിവുകൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സമയം മാറ്റി വെക്കണം. 2 മാസം അങ്ങ് ബിസി ആയിപ്പോയുള്ള ദിവസങ്ങളിൽ അതിനൊക്കെ ടൈം ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഡിസിപ്ലിനോടെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം അനുസരിച്ച് നമ്മൾ ഡിസിപ്ലിനോട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ. അതായത് കൃത്യമാണ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ലൈഫ് നമുക്ക് മുന്നോട്ട് വന്നിട്ട് അത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം.
ഈ അവധി സമയത്തും അവധി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ശ്രദ്ധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞങ്ങളെല്ലാ ദിവസം നടക്കുന്നത്, ഞങ്ങൾ ഭയങ്കര 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 തിരിച്ചു അവിടെ പോയിട്ട് വെള്ളം എടുക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ കാണാനായിട്ട് പോകുന്നത്. ഇത്ര നേരം കണ്ട് കൊട്ടാരക്കരയുടെ അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഈ പ്രകൃതി രമണീയമായ സൗന്ദര്യം നമ്മൾ കണ്ടു. ഇനി കുറച്ച് പൂക്കളുടെ കഥകളും ഗാനങ്ങളും ഞങ്ങൾ കണ്ടായിരുന്നു. ഇതെടുക്കുകയാണ്, ഹാർവെസ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണ്, വളരെ ഓർഗാനിക്കാണ്. നമ്മൾ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എക്സ്പോർട്ടിംഗ് ഒന്നുമല്ല. അതെ, ഇങ്ങനെ പൂക്കളൊക്കെ ഈ ഓണസമയത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന അനേകരുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഒരു അതെ നമുക്ക് കാണാൻ പറ്റി. ഹാപ്പി ഓണം. ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. മക്കളെ കൊണ്ടുവരുന്നു. അത് ഓർഗാനിക്കാണ്. നമുക്കൊരു കൈ കാണിക്കണം കേട്ടോ. അയ്യാ, ഇതിന്റെ പേരെങ്ങനെയായിരുന്നു അമ്മേ? സൂപ്പർ. ആണ്, ഇത് നല്ല റേറ്റ്. അവര് പറയും അവിടെ ചെല്ലുമ്പോ എത്ര 40-50 ഉള്ളത്. ഇവന്മാരാണ് ഇവിടുത്തെ സ്ഥിരം ഗുണ്ടകൾ. ഇവൻ കടിക്കുമെന്ന് ഡൗട്ടാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ആ പൂക്കൾ കണ്ടോ? നമ്മളുടെ അവൻ അമ്മയെ ഭയങ്കര പേടിയാണ്. അമ്മ ഇവിടുത്തെ പണ്ടത്തെ ഒരു ഗുണ്ടയായിരുന്നു. പറ, കണ്ടോ പൂക്കൾ കണ്ടോ? ഇവിടെ കണ്ടപ്പോൾ ഇവിടെ എല്ലാം പൂക്കളായിരുന്നു. എല്ലാം ഓണം ആകുന്നതിന് മുമ്പേ എല്ലാം അങ്ങ് ആയി. ഇപ്പം നമ്മൾ നടക്കാം. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓണത്തെക്കുറിച്ചാണ്, ഓണാവധിയെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ഇഷ്ടംപോലെ ഓണപ്പൂക്കൾ, ചെണ്ടുമല്ലിപ്പൂക്കൾ, പല കളേഴ്സിലുള്ള മഞ്ഞയും ഓറഞ്ചും ഒക്കെ കളറിലുള്ള നല്ല പൂക്കളൊക്കെ കണ്ടു. ഓക്കെ, സോ അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഓണ അവധി സമയത്ത്, വെക്കേഷൻ സമയം കുട്ടികളായ നിങ്ങൾ എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികളായ നിങ്ങൾ, അപ്പം ചെറിയ പ്രായമാണ് നിങ്ങൾ, കൗമാരക്കാരാണ് അല്ലേ? അപ്പം ദൈവം സഹായിച്ച് നിങ്ങൾക്ക് ദൈവം സഹായിച്ച ആരോഗ്യമുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? നിങ്ങളാണെങ്കിൽ കരാട്ടയ്ക്ക് പോകാറുണ്ട്, നല്ല എക്സസൈസ്. ഇപ്പം നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നത് വളരെ നല്ല എക്സസൈസാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം, നല്ല നല്ല ഫ്രൂട്ട്സ് കഴിക്കണം, ഒക്കെ വെജിറ്റബിൾസ് കഴിക്കണം. ഓണസദ്യ എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റബിൾസാണ്. പിന്നെ ഷുഗറൊക്കെ കട്ട് ചെയ്യുന്ന, അല്ല ഷുഗർ കട്ട് ചെയ്യുന്നില്ല, അവിടെ പായസമുണ്ട്. അപ്പം ഓണസദ്യ കഴിച്ചിട്ട് നമുക്ക് ഷുഗർ കട്ട് ചെയ്യുന്നത്. ഷുഗർ എന്ന് പറയുന്നത് വൈറ്റ് കില്ലർ എന്നാണ് പറയുന്നത്, അല്ലേ? വൈറ്റ് കില്ലർ, ഷുഗർ, അത് കാർബൺ ഷുഗറാണ്. നമുക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന സാധനമൊക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഏജിയാകും തോറും ഈ ഷുഗർ കട്ട് ചെയ്യുന്ന വളരെ മസ്റ്റായിട്ട് വരുന്ന കാര്യമാണ്. അപ്പം ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഓണാവധി സമയത്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം. ഫോണിൽ മുമ്പിലിരിക്കാതെ, കുത്തിക്കൊണ്ടിരിക്കാതെ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും, ഇനി ഓണം വെക്കേഷൻ നമ്മൾ എന്തൊക്കെ പ്ലാൻ, ഇവിടെ പോകണം, യാത്ര ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഭാവി പരിപാടികളെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കണം. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് നടത്തണം, ഒരുമിച്ചിരുന്ന് യാത്ര പോകണം, ഒരുമിച്ച് സിനിമകൾ കാണണം. ഓക്കെ, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റും ഒരുമിച്ച് നടക്കാൻ പോവുക രാവിലെ. അങ്ങനെ മാക്സിമം എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്കൊരു കൺക്ലൂഷൻ കൊടുത്താലോ? അതുപോലെ തന്നെ നമുക്ക്, അപ്പം നമ്മൾ കുടുംബത്തിന് വേണ്ടി പറഞ്ഞു, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പറഞ്ഞു, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു.
ഇനിയും നമുക്ക് പറയാനുള്ളത് നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, കുട്ടികളായ നിങ്ങൾക്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടോ? ഉണ്ട്. ഏത് പരിപാടിക്ക് ചേർന്നേക്കുന്നത്? ഇന്ന് നീ എന്ത് പരിപാടിക്കാണ് ഓണപ്പരിപാടിക്ക് പോകുന്നത്? കേളി അക്ഷരക്കൂട്ടം. അപ്പം നമ്മുടെ സമൂഹത്തിൽ പല ഇതുണ്ട്, പരിപാടികളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുത്ത് പാർട്ടിസിപ്പേഷൻ നടത്തി സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബാലജനസൊക്കെ ഇതിലുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഈ ഓണാവധി സമയത്ത് ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ തന്നെ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റണം, അവരെയൊക്കെ ഒന്ന് പോയി കാണണം, അവർക്കൊക്കെ ഒരു സന്തോഷം കൊടുക്കണം. കൊച്ചുമക്കളുടെ സ്നേഹം അല്ലെങ്കിൽ മക്കളുടെ സ്നേഹമൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഓണ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓണം അല്ലെങ്കിൽ ഇതേപോലുള്ള വെക്കേഷൻ ടൈമിലേക്ക് നമുക്ക് അങ്ങനെ സമയങ്ങൾ ഉപയോഗിക്കണം. അപ്പം സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഏറ്റവും പ്രധാനം ഭാവിയെക്കുറിച്ച് ആലോചിക്കണം. ഓക്കെ, ഭാവി നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട്, ഡ്രീമുകളുണ്ട്. ആ ഡ്രീം എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും അതിനുവേണ്ടി എത്ര സമയം എനിക്ക് മാറ്റി വെക്കാൻ പറ്റും, അങ്ങനെ ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ഈ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ നോക്കണം. സാധിക്കുമോ നോക്കണം. അങ്ങനെ ഈ ഓണത്തിൻ്റെ അവധി നിങ്ങൾക്ക് വലിയ ബ്യൂട്ടിഫുൾ ആക്കണം, എൻജോയ് ചെയ്യണം, സന്തോഷിക്കണം, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം, ജീവിതം ഒരു ഡിസിപ്ലിൻഡ് ഷെഡ്യൂളിലേക്ക് മാറ്റണം. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് വിലപ്പെട്ടതാണ്. സമയം നമുക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നോക്കി നിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ സമയത്തിനനുസരിച്ച് കൃത്യമായി പ്രവർത്തിച്ച് ഉന്നത വിജയം നേടണം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മിടുക്ക കുട്ടികളായിട്ട് മാറണം. ഓക്കെ, നമ്മുടെ ലിയോണ മോളും കേട്ടോ, ലിയോണ മോളും കർത്തവ്യബോധത്തോടാണ് അവൾ തന്നെ ഇത് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, അവളെ തന്നെ നയിച്ചുകൊണ്ട് വരികയാണ്. വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും നല്ല ഹാപ്പി നല്ല പ്രഭാതവും നമ്മുടെ ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരും സന്തോഷിക്കുന്നുണ്ടോ, അവർക്കൂടെ നമുക്ക് എന്ത് സന്തോഷം കൊടുക്കാൻ പറ്റും. അതെ, നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഓണം നല്ല സൂപ്പറായിട്ട് ആഘോഷിക്കാൻ പറ്റത്തില്ല, അവർക്കൊരു കിറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ ഒരു സമർത്ഥമായ സന്തോഷത്തിന്റെയും ഒരുമയുടെ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം.